find an equation. Find an equation for the parabola which satisfies ഒന്നാമത്തെ ക്വസ്റ്റ്യൻ which satisfies ഒന്നാമത്തെ ക്വസ്റ്റ്യൻ axis y is equal to 0 passes through 3, 2 and 2, minus root. Done. അപ്പോ ഈ പാരബോളയുടെ ആക്സിസ് y is equal to 0 ആണ്. അതായത് പൊക്കം 0 y equal to 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈറ്റ് 0 എന്നൊക്കെയാണ് പറയാറ്. അപ്പോ അതിന്റെ റഫ് ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്. ആക്സിസ് y equal to 0 എന്ന് പറഞ്ഞാൽ ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കണം. അതായത് അയാളുടെ ഇക്വേഷൻ അല്ലെങ്കിൽ അയാളുടെ ഫിഗർ ഒന്നുകിൽ ഇങ്ങനെയോ അല്ല എങ്കിൽ ഇങ്ങനെയോ ആയിരിക്കും. ആക്സിസ് y ആക്സിസ് എന്നാണ് പറയുന്നത്, y equal to 0 എന്നാണ് പറയുന്നത്. അയാളുടെ രൂപം ഒന്നുകിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. വെർട്ടെക്സ് ഒറിജിൻ ആവണമെന്നുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല. അതായത് ഞാനിവിടെ ഒറിജിൻ ആക്കിയാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ ആവണോ നിർബന്ധമൊന്നുമില്ല. അത് ഇങ്ങനെയാകാം, ഇങ്ങനെയാണ്, രണ്ടും ഓക്കെ ആണ്, രണ്ടും പോസിബിൾ ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഡൺ. അതിനുശേഷം ഇയാൾ പറയുന്ന കാര്യം നോക്കുക. ഈ പാരബോള പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ 3,2 എന്ന പോയിന്റും 2, -√2 എന്ന പോയിന്റും. 3,2 എന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റിലുള്ള പോയിന്റ് ആണ്. 2, -2 എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് കോർഡിനേറ്റിലുള്ള പോയിന്റ് ആണ് ഈ രണ്ട് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് 3,2 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഫസ്റ്റ് കോർഡിനേറ്റിലുള്ള പോയിന്റ് ആണ്. 2, -2 എന്ന് പറയുന്നത് തേർഡ് കോർഡിനേറ്റിലുള്ള പോയിന്റ് ആണ്. നമ്മൾ വെർട്ടെക്സ് ഒറിജിൻ ആക്കി നോക്കുകയാണെങ്കിൽ അയാളുടെ രൂപം ഇത് നോക്കുക. ഇത് ഫസ്റ്റ് കോർഡിനേറ്റും ഇത് തേർഡ് കോർഡിനേറ്റും കറക്റ്റ് ആണ്. വെർട്ടെക്സ് ഒറിജിൻ ആണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കൂ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റും തേർഡ് കോർഡിനേറ്റ്, രണ്ടും പോസിബിൾ ആണ്. ഇവിടത്തെ കുഴപ്പം ഇതാണ്. അതായത് രണ്ട് ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കുഴപ്പം. വീണ്ടും പറയുന്നത് എന്താണെന്നുള്ളത്. y is equal to 0 ആണ് ആക്സിസ്. y is equal to 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ് ഇവരുടെ ആക്സിസ്. മാത്രമല്ല ഇത് പാസസ് ത്രൂ 3,2 2, -√2 എന്നാണ് പറയുന്നത്. 3,2 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിലുള്ളതും 2, -√2 എന്ന് പറയുന്നത് ഫോർത്ത് കോർഡിനേറ്റിലുള്ളതാണ്. അങ്ങനെ പോകുന്നത് ഇയാളാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പാരബോളയാണ് അങ്ങനെ പോകുന്നത്. കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഇക്വേഷനിലേക്ക് പോവാം. മീൻസ് അതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇയാളുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുകയാണ്. ദിസ് ഇസ് y² equal to 4px y² equal to 4px. ഇതാണ് ഇയാളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. y² equal to 4px എന്നുള്ളതാണ്. ഇയാളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² equal to
മൈനസ് 4px എന്നുള്ളത്. വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4px എന്നുള്ളത് കഴിഞ്ഞു. ഇനി ഇത് ഈ രണ്ട് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഈ പോയിന്റിനെ എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ പോയിന്റിനെ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഈ ഒരു ഫിഗറൊക്കെ മായ്ച്ചിട്ട് ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യനെ ഈ ക്വസ്റ്റ്യനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതാ ഇവിടെ വായിക്കും. ആക്സിസ് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആണ്. അപ്പൊ അയാളുടെ രൂപം ഇങ്ങനെ ഇരിക്കാം. വെർട്ടെക്സ് ഒറിജിൻ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പും ഇല്ല. അതാണ് പ്രശ്നം. അപ്പൊ വെർട്ടെക്സ് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, വെർട്ടെക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഇരിക്കുകയാണ്. എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ രൂപം എന്ന് പറയുന്നത് a,0 എന്നായിരിക്കും. a,0 എന്നായിരിക്കും വെർട്ടെക്സിന്റെ രൂപം. വെർട്ടെക്സിലുള്ള ഈ ഒരു പോയിന്റിൽ എക്സ് ആക്സിസിലുള്ള ഈ ഒരു പോയിന്റിന്റെ രൂപം ഇങ്ങനെയായിരിക്കും. അപ്പൊ വെർട്ടെക്സ് a,0 എന്നായിരിക്കും. a,0 എന്നാണ് വെർട്ടെക്സ്. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഷേപ്പ് എങ്കിൽ നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4p ഇൻറ്റു എക്സ് മൈനസ് എ എന്നായിരിക്കും. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4p ഇൻറ്റു എക്സ് മൈനസ് എ എന്നായിരിക്കും ഇയാളുടെ ഇക്വേഷൻ. നിങ്ങൾക്കറിയാം y വാല്യൂ ഇവിടെ 0 ആണ്. അതുകൊണ്ട് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ y സ്ക്വയർ. ഡൺ. ഇനി ഇത് കടന്നു പോകുന്ന പോയിന്റ് നോക്കുക. 3,2ഉം 2, മൈനസ് √2. 3,2ഉം 2, മൈനസ് √2 ആണ് ഇത് കടന്നു പോകുന്ന പോയിന്റ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ 3,2 എന്ന പോയിന്റ് ഇവിടെ എടുത്ത് കൊടുക്കും. 3,2 എന്ന പോയിന്റ് ഇവിടെ എടുത്ത് കൊടുക്കും. വൈക്ക് പകരം 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 കിട്ടും. ഇവിടെ 4 ഇൻറ്റു പി ഇൻറ്റു എക്സ് മൈനസ് എ 3 മൈനസ് എ. 4ഉം 4ഉം വെട്ടിപ്പോവും. 1 is equal to p into 3 minus a. 1 is equal to p into 3 minus a. നെക്സ്റ്റ് നമ്മൾ 2, മൈനസ് √2 എന്ന പോയിന്റ് എടുത്ത് കൊടുക്കും. y സ്ക്വയർ, വൈക്ക് പകരം മൈനസ് √2 ദ ഹോൾ സ്ക്വയർ കൊടുക്കുമ്പോൾ 2 കിട്ടും. 4 ഇൻറ്റു പി ഇൻറ്റു എക്സ് മൈനസ് എ. ഇവിടെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 is equal to 2p into x minus a. 1 is equal to 2p into x minus a. ഡൺ. അപ്പോ ഇവിടെ നമുക്ക് ഇവരെ രണ്ടുപേരെ ഈക്വേറ്റ് ചെയ്യാം. ഇവിടെ 1 is equal to p into 3 minus a യും ഇവിടെ 1 is equal to 2p into x minus a യുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇവരെ രണ്ടുപേരെയും സോറി, ഞാൻ ഒരു കാര്യം തെറ്റിപ്പോയി കേട്ടോ. ഇവിടെ ഞാൻ എക്സിന്റെ വാല്യൂ കൊടുത്തില്ല. പറഞ്ഞോളൂ. എന്താ? ശരി. ഇവിടെ ഞാൻ എക്സിന്റെ വാല്യൂ കൊടുത്തില്ല. 2 മൈനസ് ഡൺ. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഇവരെ രണ്ടുപേരെ ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇവർ രണ്ടുപേരെ ഇക്വേറ്റ് ചെയ്യുമ്പോ p ഇൻറ്റു 3 മൈനസ് എ ഈക്വൽ ടു 2p ഇൻറ്റു 2 മൈനസ് എ. ഇവ രണ്ടിനെ ഈക്വേറ്റ് ചെയ്തു. Therefore, നമുക്ക് ഇവിടെ പിയും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. പിയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 3 മൈനസ് എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 മൈനസ് എ എന്ന്. 2 ഇൻറ്റു 2 മൈനസ് എ. ദാറ്റ് ഇസ് 3 മൈനസ് എ ഈക്വൽ ടു 4 മൈനസ് 2a. 4 മൈനസ് 2a. 2a ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2a മൈനസ് എ എന്നാവും. ഇവിടെ 4 മൈനസ് 3 എന്നാവും. അതായത് a ഈസ് ഈക്വൽ ടു 1. എയുടെ വാല്യൂ കിട്ടി 1.
എയുടെ വാല്യൂ 1 എന്ന് കിട്ടിയ സ്ഥിതിക്ക് അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. എയുടെ വാല്യൂ 1 എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു. അപ്പൊ 1 is equal to p into 3 minus 1. That is equal to 1 is equal to 2p. That is p is equal to 1/2. അതായത് പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 1/2, എയുടെ വാല്യൂ 1. ഈ രണ്ട് കാര്യങ്ങളും ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ കണ്ട ഇക്വേഷനിൽ എടുത്ത് കൊടുക്കുമ്പോ y² is equal to 4 into p 1/2 into x minus 1. That is y² is equal to 2 into x minus 1. Equation ready. Equation ready. അപ്പോൾ y² equal to 4p into x minus a. അതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് ഞാൻ കണ്ടു. എന്തുകൊണ്ട്? നമ്മുടെ വേർട്ടെക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ കിടക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ സ്റ്റാൻഡേർഡ് ഫോം a,0 ആണ്. അതായിരിക്കും വേർട്ടെക്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അതുകൊണ്ട് കൊടുത്തു y - 0 the whole square is equal to 4p into x minus a. ഞാൻ വേറൊരു കാര്യം കൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ നോക്കി. 3,2 ഫസ്റ്റ് കോർഡിനേറ്റിലാണ്, 2, -√2 ഫോർത്ത് കോർഡിനേറ്റിലാണ്. അങ്ങനെ പോകുന്ന പാരബോള ഇയാളാണ്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. കഴിഞ്ഞില്ല. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ശരി, ഒരു സാധ്യതയും കൂടെ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ്, അതായത് നിങ്ങളുടെ പാരബോള ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന പാരബോളയാണെങ്കിൽ, അതായത് വെർട്ടെക്സ് പോസിറ്റീവ് എക്സ് ആക്സിസിൽ കിടക്കുകയും ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന പാരബോളയാണെന്ന് വിചാരിക്കുക. അത് ഉറപ്പായിട്ട് ഫസ്റ്റ് കോർഡിനേറ്റിലും ഫോർത്ത് കോർഡിനേറ്റിലും സഞ്ചരിക്കുന്നുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു ഇക്വേഷനും പോസിബിൾ ആണ്. അതായത് y² equal to -4p into x minus a. ഇതും പോസിബിൾ ആയ ഒരു ഇക്വേഷൻ തന്നെയാണ്. പോയിന്റ് 3,2ഉം 2, -√2. ഇത് രണ്ടുമാണ് കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലും ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓക്കെയാണ്. ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓക്കെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യത്തിൽ കൂടെ മീൻസ് നമ്മുടെ ടെക്സ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെ മീൻസ് ഒരു ആൻസറെ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ എങ്കിലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ആദ്യം 3,2 എന്ന പോയിന്റ് ഇവിടെ കൊടുക്കുമ്പോൾ 2² 4 equal to -4p into x minus 3. ഇവിടെ കൊടുക്കുമ്പോൾ -√2² 2 equal to -4p into x minus 2. സോറി, x മൈനസ് മാറിപ്പോയി കേട്ടോ. ഞാൻ ഈ എക്സിന് കൊടുക്കേണ്ട വാല്യൂ എടുത്ത് എക്ക് കൊടുത്തു, അതാണ് പ്രശ്നം. കേട്ടാ. ഓക്കെ, 4p into x മൈനസ്, അതായത് 2 - a. ഇവിടെ 2 - a, രണ്ട് 2 - ആദ്യം 3,2 ഞാൻ കൊടുത്തു. 3,2 സോറി 3,2 3 3 - aയും 2 - a. ഡൺ. അതേപോർ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 is equal to -p into 3 - a. ഇവിടെ 1 is equal to -2p into 2 - a. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. -p into 3 - a is equal to -2p into 2 - a. രണ്ടിടത്ത് നിന്നും -p വെട്ടിക്കളയുമ്പോൾ 3 - a is equal to 2 into 2 - a. That is 3 - a is equal to 4 minus 2a. 4 minus 2a. That is 2a minus a is equal to 4 minus 3. a equal to 1. a equal to 1. a 1 ആണെങ്കിൽ അതെടുത്ത് ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ, a 1 ആണെങ്കിൽ ഇവിടെ എടുത്ത് കൊടുക്കുമ്പോൾ 1 is equal to -p into 3 - 1. That is 1 is equal to -p into 2. Therefore p equal to -1/2. p is equal to -1/2. പി അങ്ങനെ നെഗറ്റീവ് വരാൻ പാടുള്ളതല്ലായിരുന്നു. പക്ഷെ ഇവിടെ പി എന്തോ നെഗറ്റീവ് വന്നു. പി നെഗറ്റീവ് വരാൻ പാടില്ലാത്തതായിരുന്നു. ശരി, ഡൺ. നമ്മൾ എന്തായാലും അതെടുത്ത് ഇവിടെ കൊടുക്കുന്നു. y² -4 into -1/2 into x minus 1.
Therefore, y square equal to 2 into x minus 1. ഇവിടെ കിട്ടിയ അതേ ഇക്വേഷൻ നമുക്ക് ഇവിടെയും കിട്ടി. അപ്പോ ഇങ്ങനെ തിരിഞ്ഞിരിക്കും എന്ന പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് ആദ്യം പറഞ്ഞ രീതിയിലേ ഇരിക്കത്തും. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ടെക്സ്റ്റിലെ ആൻസർ ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിലെ ആൻസർ ഈ ഒരു സാധ്യതയെ പറ്റി മാത്രമേ അവർ പറയുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കൂടെ, തിരിഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നി. പക്ഷെ ചെയ്തു വന്നപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ചാൻസ് വെച്ച് നമ്മൾ ചെയ്താലും നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. അതിനർത്ഥം തിരിഞ്ഞിരിക്കുന്ന ചാൻസ് ഇല്ല. തിരിഞ്ഞിരുന്നെങ്കിൽ ഒരു നെഗറ്റീവും കൂടെ വന്നേ. ഡൺ. അപ്പൊ നമ്മള് ഇക്വേഷൻ ഓഫ് ദ പാരബോള കണ്ടുപിടിച്ചു. ഇത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. സിമ്പിൾ ആണ്, വേറെ കാര്യമൊന്നുമില്ല. ഡൺ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരബോളയുടെ ഇത് തരികയാണ്, അതായത് പ്രോപ്പർട്ടീസ് തരികയാണ്. അത് വെച്ച് അയാളുടെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സെക്കൻഡ്. വേർട്ടെക്സ് എന്ന് പറയുന്നത് 5,-3. വേർട്ടെക്സ് എന്ന് പറയുന്നത് 5,-3. Axis parallel to y-axis. Y-axisന് പാരലൽ ആണ് ആക്സിസ്. passes through 9,5. passes through 9,5. ഇതാണ് പോയിന്റ്. ഇയാളുടെ വേർട്ടെക്സ് 5,-3 ആണ്. ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് ആണ്. 9,5 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു റഫ് ഫിഗറിൽ തുടങ്ങുകയാണ്. റഫ് ഫിഗർ 5,-3 എന്ന് പറയുന്ന പോയിന്റ് ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഭാഗത്ത് വൈ ആക്സിസിന് പാരലൽ ആണ് ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ എന്ന് പറയുമ്പോൾ ഇതാണ്, അതാണ് ആക്സിസ്. അതായത് ഇയാള് ഇങ്ങനെയോ അല്ല എങ്കിൽ ഇങ്ങനെയോ ഇരിക്കുന്ന പാരബോളയായിരിക്കും. ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഇരിക്കുന്ന പാരബോളയായിരിക്കും. അതാണ് കാര്യം. പക്ഷെ പാസസ് ത്രൂ നോക്കൂ, 9,5 ആണ് പാസസ് ത്രൂ. അതായത് പോസിറ്റീവ്, അതായത് ഫസ്റ്റ് കോർഡിനേറ്റിലൂടെ പാസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് കോർഡിനേറ്റിലൂടെ പാസ് ആവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇയാൾക്കേ ഉള്ളൂ. ഫസ്റ്റ് കോർഡിനേറ്റിൽ കൂടെ പാസ് ആവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഇയാൾക്കേ ഉള്ളൂ. താഴത്തെ ആള് പാസ് ആവില്ല. താഴത്തെ ആള് ഫസ്റ്റ് കോർഡിനേറ്റിലൂടെ പാസ് ആവില്ല. അത് താഴോട്ടേ പോകത്തു. അപ്പൊ പിന്നെ നമുക്ക് കാര്യം കൺഫേം ആയി. ആരാണ് നമ്മുടെ ഇക്വേഷൻ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. മുകളിൽ കിടക്കുന്ന ആളാണ്. അയാളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതായത് മുകളിലേക്ക് തുറന്നിരിക്കുന്ന പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² = 4py ആണ്. x² = 4py ആണ്. നമ്മുടെ വേർട്ടെക്സ് 5,-3 ആണ്. അപ്പൊ ഇയാള് x-5 the whole square equal to 4p into y - -3 y + 3. x-5 the whole square is equal to 4p into y - -3 y + 3. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ. 9,5 കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പോയിന്റ് എടുത്ത് ഇവിടെ കൊടുക്കാം. 9 - 5 the whole square equal to 4 into p into y 5 + 3. y വാല്യൂ 5 ആണല്ലോ. 5 + 3. 9 - 5 4² ആണ്. That is equal to 4p into 5 + 3 8. Therefore 4² 4 4 വെട്ടിപ്പോയി 4 ആവും, divided by 8 equal to p. That is p equal to 1/2. അപ്പൊ p വാല്യൂ കിട്ടി 1/2. അതിനെ എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ x - 5 the whole square equal to 4 into
1/2 into y plus 3. That is x minus 5 the whole square is equal to 2 into y plus 3. കഴിഞ്ഞു. x minus 5 the whole square is equal to 2 into y plus 3 കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ. വളരെ സിമ്പിളായി കണ്ടുപിടിച്ചു. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാനവിടെ റഫ് ഫിഗർ വരച്ചപ്പോൾ തന്നെ നിങ്ങൾ അവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 9,5 ഫസ്റ്റ് കോർഡിനേറ്റർ ഉള്ളതാണ്. ആ റെഡിങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റഫ് ഫിഗർ താഴോട്ടാണ് പോകുന്നത്. അത് ഒരിക്കലും ഫസ്റ്റ് കോർഡിനേറ്ററിൽ പോകാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരാളെ മാത്രം എടുത്തത്. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റേത് മൈനസ് ഉള്ളതിനെ കൂടെ എടുക്കേണ്ടി വന്നിരുന്നു. ഇവിടെ എന്തായാലും അതിന്റെ ആവശ്യം. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ പാരബോള ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എലിപ്സിന്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എലിപ്സ്. Find an equation of the ellipse. Find an equation of the ellipse that satisfies ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ends of major axis plus or minus 3,0, ends of minor axis 0, plus or minus 2. 0, plus or minus 2. ഇതാണ് ആദ്യം തന്നിരിക്കുന്നത്. ends of major axis plus or minus 3,0യും ends of minor axis 0, plus or minus 2. ആദ്യം തന്നെ നമ്മൾ റഫ് ഫിഗർ വരയ്ക്കുന്നു. റഫ് ഫിഗർ 3,0 x axis minus 3,0 x axis 3,0യും minus 3,0. Minor axis 0, 2 y axis 0, 2 ഇവിടെ 0, minus 2. ഇതാണ് നമ്മുടെ എലിപ്സ്. മേജർ ആക്സിസ് x ആക്സിസ് ആണ്, മൈനർ ആക്സിസ് y ആക്സിസ് ആണ്. ഈ തന്നിരിക്കുന്നതിന്റെ പകുതി നേരെ വെർട്ടെക്സ് 3,0യുടെ minus 3,0യുടെ നടുക്കുള്ള പോയിന്റ്. അത് കാണുമ്പോൾ തന്നെ അറിയാം 0, 0. അതായത് അതിന്റെ സെന്റർ 0, 0 ആണ്. യാതൊരുവിധ തർക്കവും വേണ്ട. മേജർ ആക്സിസ് x ആക്സിസ്, മൈനർ ആക്സിസ് y ആക്സിസ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ x² a² plus y² b² equal to 1. എ വാല്യൂം ബി വാല്യൂം കൃത്യമായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 3, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2. അപ്പൊ എ വാല്യൂ 3യും ബി വാല്യൂ 2വും. അപ്പൊ x² 3² 9 plus y² 2² 4 equal to 1. നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ കഴിഞ്ഞു. സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. സിമ്പിൾ ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ശരി, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 1,0. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 1,0. ബി എന്ന് പറയുന്നത് √2. ഫോക്കൈ എന്ന് പറയുന്ന പ്ലസ് ഓർ മൈനസ് 1,0, ബി എന്ന് പറയുന്നത് √2. റഫ് ഫിഗർ ആണ് വരയ്ക്കാൻ പോകുന്നത്, നോക്കിക്കോളൂ. +1 പ്ലസ് 1,0യും മൈനസ് 1,0യും അത് വരുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിൽ. 1,0യും മൈനസ് 1,0യും എക്സ് ആക്സിസിലാണ്. ഇതിന്റെ ഒത്ത നടുക്കാണ്
സെന്റർ വരെയാണ് സെന്റർ, അത് ഒറിജിനാണ്. അപ്പൊ ഒറിജിനാണ് സെന്റർ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫോക്കസ് കിടക്കുന്ന എക്സ് ആക്സിസിലാണ്, അതുകൊണ്ട് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ പിന്നെ ഇക്വേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും ഇക്വേഷൻ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും ഇക്വേഷന്റെ ഫോർമാറ്റ്. എന്റെ ബിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ്. ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ്. അപ്പൊ സി ഈക്വൽ ടു 1. ബി തന്നിട്ടുണ്ട്, ബി ഈക്വൽ ടു √2. എലിപ്സിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. Therefore, this is equal to √2 square. √2 square is 2 plus c square. 1 square is 1. That is 3. A square 3 ആണ്. Therefore, equation is equal to x square by 3 plus y square by b √2 ആണ്, b square 2 ആണ്, equal to 1 കഴിഞ്ഞു. x square by 3 plus y square by 2 equal to 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോ സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സി വാല്യൂ തന്നിട്ടുണ്ട് 2√3. അതായത് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2√3. എയും തന്നിട്ടുണ്ട്, എ ഈക്വൽ ടു 4. അടുത്ത സെന്റർ അറ്റ് ഒറിജിൻ. ഒറിജിനിലാണ് സെന്റർ. ഓക്കെ. ഫോക്കൈ ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. ഫോക്കൈ ഓൺ ദ coordinate axis. Okay, on the coordinate axis. Done. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ക്ലൂ വെച്ചിട്ട് നമ്മൾ അയാളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സി വാല്യൂ തന്നിട്ടുണ്ട്, എ വാല്യൂ തന്നിട്ടുണ്ട്, സെന്റർ ഒറിജിനിലാണെന്ന് തന്നിട്ടുണ്ട്, ഫോക്കൈ കിടക്കുന്ന കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിലായിരിക്കും ഫോക്കൈ കിടക്കുന്നത്. അതായത് ഇയാളുടെ രൂപം ഇങ്ങനെയാകാം. എ വാല്യൂ ബി വാല്യൂ സി വാല്യൂ ഒന്നും നോക്കണ്ട, കിട്ടും. ഡൺ. സെന്റർ ഒറിജിനിലാണ്, ഫോക്കൈ കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ആക്സിസിൽ കിടക്കണമെന്നല്ലേ. അതുപോലെ അയാൾ മാത്രമല്ല, ഇയാളും ആകാം. സെന്റർ ഒറിജിനിലാണ്, ഫോക്കൈ കിടക്കുന്നത് കോർഡിനേറ്റ് ആക്സിസിൽ. കഴിഞ്ഞു. ഫോക്കൈ കിടക്കുന്ന കോർഡിനേറ്റ് ആക്സിസിലാണ്. കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ആളായിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സെന്റർ ഒറിജിനിലായതുകൊണ്ട് ഇതായിരിക്കും ഇയാളുടെ സ്റ്റാൻഡേർഡ്. ഇവിടെ സി വാല്യൂ എ വാല്യൂ തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആയിരിക്കും. Therefore, this is equal to a square 16 minus c square. 2 into square 4, 4 into 3, 12. That is 4. b square 4 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. എ എന്ന് പറയുന്നത് 4 ആണ്, 16 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ദാറ്റ് ഇസ് 4, ഈക്വൽ ടു 1. ഇതൊരു ഇക്വേഷൻ. ഇനി ഇയാളെ നോക്കുകയാണെങ്കിൽ അയാളുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഏറ്റവും വലുത് വരുന്നത് നമ്മുടെ മേജർ ആക്സിസിന്റെ താഴെ ആയിരിക്കും. വൈ ആണ് മേജർ ആക്സിസ്, വൈയുടെ താഴെ എ വന്നു. Therefore, ഇയാളുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, ബി 4 ആണ്, ബി സ്ക്വയർ 4 ആണ്, 4 പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ 16 ആണ്, 16 ഈക്വൽ ടു 1. രണ്ട് ഉത്തരമാണ് വരുന്നത്. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. there are 2 answers. 2 ആൻസർ ഉണ്ട് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, ശ്രദ്ധിക്കുക.
അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ഗിവൺ ഗിവൺ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ പാരബോളയുടെ എലിപ്സിന്റെ ഇക്വേഷൻ. ഓക്കെ ഡൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ends of major axis ends of major axis 0 comma plus or minus 6 0 comma plus or minus 6 passes through minus 3 comma 2 passes through minus 3 comma 2 കഴിഞ്ഞു. അപ്പോ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് 0 കോമ മൈനസ് 6ഉം മൈനസ് 3 കോമ 2യിലൂടെ പാസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ റഫ് ഫിഗർ വരയ്ക്കുന്നു. 0 കോമ 6ഉം 0 കോമ മൈനസ് 6. അത് ഇതാണ് രണ്ട് പോയിന്റ്. 0 കോമ 6 0 കോമ മൈനസ് 6ഉം പോകുന്നത് നമ്മുടെ വൈ ആക്സിസിൽ കൂടെയാണ്. 0 കോമ 6ഉം 0 കോമ മൈനസ് 6. ഇതാണ് നമ്മുടെ എലിപ്സ്. കാണുമ്പോൾ തന്നെ അറിയാം മേജർ ആക്സിസ് ഉള്ളത് വൈ ആക്സിസിൽ. ഈ തന്നിട്ടുള്ള എന്താണ് മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റിന്റെ ഒത്ത നടുക്ക് ഒറിജിനാണ്. 0 കോമ 6ന്റെ 0 കോമ മൈനസ് 6ന്റെ ഒത്ത നടുക്ക് ഒറിജിനാണ്. അപ്പൊ ഒറിജിനാണ് ഇയാളുടെ സെന്റർ ഒറിജിൻ ആവുമ്പോ മേജർ ആക്സിസ് വൈ ആക്സിസ് ആവുമ്പോ ഇക്വേഷന്റെ രൂപം x² / b² പ്ലസ് y² / a² = 1. വ്യക്തമാണ്. സെന്ററിൽ നിന്ന് മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പൊ a = 6. അപ്പൊ ഞാൻ അതെടുത്ത് ഇവിടെ കൊടുക്കുമ്പോ x² / b² പ്ലസ് y² / a² 36 = 1. 36 = 1. അപ്പൊ a വാല്യൂ കൊടുത്ത് 36 കഴിഞ്ഞു. ഇനി നമുക്ക് ബി വാല്യൂ കണ്ടുപിടിക്കണം. അതിനിവിടെ വേറൊരു കാര്യമില്ല. ഇവിടെ പാസസ് ത്രൂ -3,2 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു കാര്യം എടുത്ത് കൊടുക്കാൻ പോവാം. ഇതിൻ്റെ അകത്ത് ആ ഒരു കാര്യം എടുത്ത് കൊടുക്കാൻ പോവാം. നമ്മളിത് ഏത് കോർഡിനേറ്റിലാണെന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു എലിപ്സും 4 കോർഡിനേറ്റിലൂടെ കടന്നു പോകും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നേരെ ഇവിടെ വാല്യൂ എടുത്ത് കൊടുക്കുമ്പോ -3² 9/b², y² 4/36 = 1. That is 9/b² = 1 plus 1/9 വെട്ടിക്കളയുമ്പോൾ 1/9 കിട്ടും = 1. Therefore 9/b² = 1 minus 1/9. That is equal to 9 minus 1/9. That is 8/9. 8/9 ആണ് കിട്ടുന്നത്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ b²/9 = 9/8. ഈ 9നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ b² = 9 × 9 81/8. 9 × 9 81/8. അപ്പൊ b²ന്റെ വാല്യൂ 81/8 ആണ്. b²ന്റെ വാല്യൂ 81/8 ആണ്. വീണ്ടും നോക്കുക എന്തൊക്കെയാണ് ചെയ്തതെന്ന് വീണ്ടും നോക്കുക. നമ്മള് x² / b² പ്ലസ് y² / a² 36 ആണ്. അത് കൊടുത്ത് = 1. അവിടെ നമ്മളെ കോർഡിനേറ്റ് -3,2 കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എക്സിന് പകരം -3ഉം വൈക്ക് പകരം 2ഉം കൊടുത്തപ്പോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഫോർമുലേറ്റ് ആയി. അവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് b² 81/8 എന്ന് കിട്ടി. 81/8 എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇത് എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ തിരിച്ചു കൊടുക്കുമ്പോ x² / b² 81/8 പ്ലസ് y² / 36 = 1. 8നെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ 8x² / 81
plus y square by 36 equal to 1. ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ഗിവൺ എലിപ്സിന്റെ ഇക്വേഷൻ. ഗിവൺ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിപ്സിന്റെ ഇക്വേഷൻ ഇതാണ്. സിമ്പിൾ പ്രൊസീജിയർ ആണ്. റഫ് ഫിഗർ വരച്ചു. റഫ് ഫിഗർ വരച്ചതിന് ശേഷം അവിടെ നിന്ന് എ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ അതിന്റെ സെന്റർ ഏതാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി. ബി കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്ന ഇക്വേഷൻ പാസസ് ത്രൂ -3,2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് ബാക്കി കാര്യങ്ങൾ എഴുതി. ഡൗട്ട് ഉണ്ടോ? ശരി. Now, next question. ഫോക്കൈ എന്ന് പറയുന്നത് -1,1 and -1,3. Minor axis of length 4. Minor axis of length 4. ഫോക്കൈ തന്നിട്ടുണ്ട്, മൈനർ ആക്സിസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം റഫ് ഫിഗറിൽ തുടങ്ങാം. റഫ് ഫിഗറിൽ തുടങ്ങിയാലേ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ്. ഫോക്കൈ -1,1. -1,1 എന്ന് പറയുമ്പോൾ y വാല്യൂ -1, x വാല്യൂ -1, y വാല്യൂ 1. ഇത് ഫോക്കൈ. അടുത്ത -1,3. -1,3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും -1,3. ഇവിടെ -1 ഇപ്പോഴും മെയിൻറ്റെയിൻ ആവും. 3 പൊക്കം കൂടും 3. ഇത് രണ്ടുമാണ് ഫോക്കസ്. ഫോക്കസിനെ ചേർത്ത് ഞാൻ വരച്ചു. ഇതായിരിക്കും നിങ്ങളുടെ മേജർ ആക്സസ്. ഫോക്കസിലൂടെ കടന്നു പോകുന്നതാണ് മേജർ ആക്സസ്. മേജർ ആക്സസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഫോക്കസ് മേജർ ആക്സസ് ഇങ്ങനെ ഇരിക്കും. മേജർ ആക്സസ് പാരലൽ ടു വൈ ആക്സസ്. ഇവരുടെ രണ്ടുപേരുടെ ഒത്ത നടുക്കുള്ള പോയിന്റ്, ഫോക്കസിന്റെ ഒത്ത നടുക്കുള്ള പോയിന്റ് ആയിരിക്കും സെന്റർ. അപ്പൊ ഈ തന്നിട്ടുള്ള പോയിന്റിന്റെ മിഡ് പോയിന്റ് -1,1 -1,3 മിഡ് പോയിന്റ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ -1 + -1/2, 1 + 3/2. എക്സ് കോർഡിനേറ്റുകളെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വൈ കോർഡിനേറ്റുകളെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. -1 + -1 -2. -2/2 -1. 1 + 3 4, 4/2 2. -1,2 ആണ് നമ്മുടെ സെന്റർ. -1,2 ആണ് നമ്മുടെ സെന്റർ. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. ഇനി മൈനർ ആക്സിസിന്റെ ലെങ്ത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. മൈനർ ആക്സിസിന്റെ ലെങ്ത് 4 ആണ്. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ സെന്ററിലൂടെ പോകുന്ന ആളാണ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ ലെങ്ത് 4 ആണ്. അതിന്റെ പകുതിയാണ് ബി വാല്യൂ. അതായത് 2b എന്ന് പറയുന്നതാണ് 4, b എന്ന് പറയുന്നത് 2. നിങ്ങൾക്കറിയാം മൈനർ ആക്സിസ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എപ്പോഴും ബി എന്ന് എടുക്കുന്നത്. ഇതിപ്പോ ഇരട്ടിയാണ് പറയുന്നത്. മൈനർ ആക്സിസിന്റെ ലെങ്ത് 4 എന്ന് പറയുന്നുണ്ട്. അതായത് 2b എന്ന് പറയുന്നത് 4 ആണ്. അതായത് b എന്ന് പറയുന്നത് 2 ആണ്. ഇനി സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ സി വാല്യൂ. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. കിടക്കുന്ന സെന്റർ, കിടക്കുന്ന ഫോക്കൈ. ഇതിലേതെങ്കിലും ഒരു ഫോക്കൈ എടുക്കുക. -1,1 -1,2. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യക്തമാണ്. അത് 1 ആണ്. 1 ഡിസ്റ്റൻസ് ആണ് അവർ തമ്മിലുള്ളത്. അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ. -1 -1 1 2 ഒരു ഡിസ്റ്റൻസ് ആണ്. ഇനി അല്ല, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുലേറ്റ് ചെയ്യാം. √(-1 - -1 the whole square + 2 - 1 the whole square, which is equal to √(-1 - -1 0)
പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഇസ് 1. ഡിസ്റ്റൻസ് 1. ഡിസ്റ്റൻസ് 1. അതായത് സി വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സി വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ. സിയും ബിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ദാറ്റ് ഇസ് 4. 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 1 5. എ സ്ക്വയർ 5 ആണ്. ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് ആണ്. therefore എക്സ് സ്ക്വയർ എക്സ് മൈനസ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ the whole square by a square equal to 1. Therefore x minus h minus 1 ആണ്. സെന്റർ minus 1 ആണ്. minus 1 plus 1 the whole square by b square. b വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, 4 plus y minus k വാല്യൂ 2 ആണ്, y minus 2 the whole square divided by a square 5 equal to 1. ഇതാണ് ഇക്വേഷൻ. വീണ്ടും പറയുന്നു, ഫോക്കൈകൾ തന്നിട്ടുണ്ട്. ഫോക്കൈകളുടെ മിഡ് പോയിന്റ് ആണ് സെന്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് മേജർ ആക്സിസിന്റെ ലെങ്ത് 4 തന്നിട്ടുണ്ട്. മേജർ ആക്സിസിന്റെ ലെങ്തിന്റെ പകുതിയാണ് ബി വാല്യൂ. മേജർ ആക്സിസിന്റെ ലെങ്തിന്റെ പകുതിയാണ് എ വാല്യൂ. മൈനർ ആക്സിസിന്റെ ലെങ്തിന്റെ പകുതിയാണ് ബി വാല്യൂ. അപ്പൊ 4 മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബി വാല്യൂ അതിന്റെ പകുതിയായിരിക്കും 2. പിന്നെ നമ്മുടെ സെന്ററിൽ നിന്ന് ഫോക്കയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ. അപ്പൊ ഞാൻ അത് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടി കണ്ടുപിടിക്കണമെന്ന് പോലും ഇല്ല. ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ അത് ഏകദേശം കിട്ടും. അപ്പൊ ആ ഡിസ്റ്റൻസ് 1. ആ ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ കൊടുത്തു. ബിയും സിയും കിട്ടിയ സ്ഥിതിക്ക് അത് വെച്ച് എ കണ്ടുപിടിച്ചു 5. ഇനി നമ്മുടെ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ അതെടുത്ത് കൊടുത്താൽ മാത്രം മതി. കൊടുക്കുമ്പോഴേക്കും നമ്മുടെ റിക്വയർഡ് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ശരി, കഴിഞ്ഞേ. അപ്പൊ നമ്മുടെ ആ ഒരു കാര്യവും കഴിഞ്ഞു. എളുപ്പമാണ്, പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 2 ക്വസ്റ്റ്യനും കൂടെ കഴിയുമ്പോൾ എലിപ്സിന്റെ കാര്യം കഴിഞ്ഞു. സെന്റർ 0 സെന്റർ 0. മേജർ ആൻഡ് മൈനർ ആക്സിസ് are coordinate axes. സെന്ററിൽ 0 മേജർ ആക്സിസും മൈനർ ആക്സിസും കോർഡിനേറ്റ് ആക്സിസ് ആണ്. passes through 3,2 and 1,6. 3,2 1,6 പാസ് ചെയ്യുന്നത്. സെന്റർ 0 ആണ്. മേജർ ആക്സിസും മൈനർ ആക്സിസും ആണ് കോർഡിനേറ്റ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇക്വേഷൻ x² + y² / v² = 1. അല്ല എങ്കിൽ മേജർ ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ x² / b² + y² / a² = 1. ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ഇക്വേഷൻ. അപ്പൊ ഞാന് ആദ്യം ഈ ഇക്വേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് പിന്നെ നോക്കാം. ഇത് രണ്ടിന് സാധ്യതയുണ്ട്, നമുക്ക് പിന്നെ നോക്കാം. ഇത് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ എക്സിന്റെയും വൈന്റെ വാല്യൂ അത് 3,2 1,6 പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ ആദ്യം 3,2 ഇവിടെ എടുത്തു കൊടുക്കും. 3,2 ഇവിടെ എടുത്ത് കൊടുക്കുമ്പോ 3 സ്ക്വയർ 9/a² പ്ലസ് 2 സ്ക്വയർ 4/b² = 1. ഇനി ഞാൻ ഇയാളെ എടുത്ത് കൊടുക്കുമ്പോ 1 സ്ക്വയർ/a² പ്ലസ് 6 സ്ക്വയർ 36/b² = 1.
ഞാൻ എന്റെ സൗകര്യത്തിന് 1/a² 1/a² പി ആയിട്ടും 1/b² Q ആയിട്ടും എടുക്കുക എന്റെ സൗകര്യത്തിന് കേട്ടോ. അപ്പോ 9/a², അവിടെ ഒരു 1/a² ഉണ്ട്, അത് 9p ആകും. പിന്നെ 4 × 1/b², അത് 4q ആകും, ഈക്വൽ ടു 1. ഇവിടെ 1/a² ഉണ്ട്, അത് p ആകും, പ്ലസ് 36 1/b² q ആകും, ഈക്വൽ ടു 1. കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇയാൾ ഇവിടെ ഉണ്ട്, 9p + 4q ഈക്വൽ ടു 1. ഇവിടെ ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 9p പ്ലസ് സോറി ഞാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഇയാളെ നമുക്കിവിടെ 36 ആക്കാൻ വേണ്ടിയിട്ട് 9 കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾ 81p പ്ലസ് 9 × 4 36q ഈക്വൽ ടു 9 ഈക്വൽ ടു 9. ഇവിടെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, അയാൾ അതേപോലെ എഴുതിയാൽ മതി. p പ്ലസ് 36q ഈക്വൽ ടു 1. മൈനസ് ചെയ്യുന്നു. 81p മൈനസ് p is 80p. 36q minus 36q is 0/8. Therefore, p is equal to 8/80. That is equal to 1/10. p എന്ന് പറയുന്നത് 8/80 ആണ്, അതായത് 1/10 ആണ്. ഇനി അയാളെ എടുത്ത് ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ എനിക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടും. അയാളെ എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ ക്യൂവിന്റെ വാല്യൂ കിട്ടും. അതായത് 9 × p, അതായത് 9 × 1/10 പ്ലസ് 4 × q ഈക്വൽ ടു 1. Therefore, 4 × q is equal to 1 minus 9/10. Cross multiply ചെയ്യുമ്പോൾ 10 minus 9, 1/10. Therefore, q is equal to 1/4 × 10. That is equal to 1/40. 1/40. q വാല്യൂ കിട്ടി 1/40. p വാല്യൂ 1/10 ആണ്, q വാല്യൂ 1/40 ആണ്. യഥാർത്ഥത്തിൽ p എന്ന് പറയുന്നത് 1/a² ആണ്. 1/a² ഈക്വൽ ടു 1/10. 1/a² p ആണല്ലോ. അപ്പൊ a² ഈക്വൽ ടു 10. അടുത്ത q ഈക്വൽ ടു 1/40 ആണ്, അതായത് 1/b² ഈക്വൽ ടു 1/40, അതായത് b² ഈക്വൽ ടു 40. b² ഈക്വൽ ടു 40. a² b² വാല്യൂ കിട്ടി 10 ഉം 40. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ x² by 10 പ്ലസ് y² by 40 ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് വേണ്ട എലിപ്സിന്റെ ഇക്വേഷൻ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് നോക്കിക്കോണം. നമ്മള് ഈ ഒരു ഇക്വേഷൻ ഫിക്സ് ചെയ്തിട്ട് അവിടെ തന്നിട്ടുള്ള രണ്ട് കോർഡിനേറ്റ് എടുത്ത് കൊടുത്തു. ഇങ്ങനെ എനിക്കൊരു ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് ഞാൻ ഇവിടെ എഴുതിയത്. 1/a² p ആയിട്ടും 1/b² q ആയിട്ടും എടുത്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ ഇക്വേഷൻ കിട്ടി. സാധാരണ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളെ കിട്ടി. അയാളെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. ആദ്യത്തെ ആളെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂവിന്റെ കോഎഫിഷ്യന്റ് 36 തന്നെ ആക്കി. മറ്റിടത്ത് 36 തന്നെ കോഎഫിഷ്യന്റ്. അത് വെച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്തതിനു ശേഷം സോൾവ് ചെയ്തപ്പോൾ 80p ഈക്വൽ ടു 8 എന്ന് കിട്ടി. p വാല്യൂ എന്ന് പറയുന്നത് 1/10 എന്ന് കിട്ടി. ആ കിട്ടിയ p വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, തന്നിട്ടുള്ള ഇക്വേഷനിൽ എടുത്ത് കൊടുത്തു. അപ്പൊ q വാല്യൂ കിട്ടി 1/40. അപ്പൊ p എന്ന് പറയുന്ന 1/a² ആണ്. 1/a² ഈക്വൽ ടു 10. അപ്പൊ a² ഈക്വൽ ടു 10. q എന്ന് പറയുന്ന 1/b² ആണ്. 1/b² ഈക്വൽ ടു 40, അതായത് b² ഈക്വൽ ടു 40. ഇത് രണ്ടും എടുത്ത് ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമ്മുടെ ആള് റെഡി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താലും നിങ്ങൾക്ക് ഇതേ ആൻസറേ കിട്ടത്തുള്ളൂ. ഈ ഒരു ഇക്വേഷൻ ശരി, ഇപ്പൊ ഇതും ഒരു സാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് ഇയാളെ എടുത്ത് കൊടുത്താലും നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ കിട്ടും. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. ഇതേ ആൻസർ തന്നെ കിട്ടും, യാതൊരുവിധ മാറ്റവും ഉണ്ടാവത്തില്ല.
ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി 40 ഈസ് ഈക്വൽ ടു 1. സംഗതി ഇതിന്റെ മേജർ ആക്സിസ് വൈ ആക്സിസ് ആണ്. മേജർ ആക്സിസ് വൈ ആക്സിസ് ആണ്. കാരണം വൈയുടെ താഴെയാണ് വലിയ വാല്യൂ. മേജർ ആക്സിസ് വൈ ആക്സിസ്, മൈനർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ശരി. അപ്പൊ ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെന്നാൽ നമ്മുടെ എലിപ്സിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫോക്കൈ എന്ന് പറയുന്നത് 2,1 2,-3. 2,1 2,-3. മേജർ ആക്സിസ് ലെങ്ത് 6. ഫോക്കൈ 2,1 2,-3, മേജർ ആക്സിസിന്റെ ലെങ്ത് 6. റഫ് ഫിഗർ വരയ്ക്കുകയാണ്. 2,1 എന്ന് പറയുമ്പോ ഇത് 2, ഇത് 1, 2,1. 2,-3 2,-3 എന്ന് പറയുമ്പോൾ താഴോട്ടാണ് വരാനുള്ളത്. 2,-3 ഫോക്കൈ ഇതാണ്. ഫോക്കൈ കിടക്കുന്ന ആക്സിസ് മേജർ ആക്സിസ്. അപ്പൊ മേജർ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ്. അപ്പൊ നമ്മുടെ റഫ് ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഇതായിരിക്കും നമ്മുടെ റഫ് ഫിഗർ. ഇനി സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ എന്ന് പറയുന്നത് ഫോക്കൈകളുടെ മിഡ് പോയിന്റ് ആണ്. 2 + 2 ഡിവൈഡഡ് ബൈ 2, 1 + -3 ഡിവൈഡഡ് ബൈ 2. 2 + 2 4, 4 divided by 2 2. 1 + -3 -2. -2 divided by 2 -1. Send 2, -1. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ. അപ്പൊ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാ കിടക്കുന്ന സെന്റർ, ദാ കിടക്കുന്ന ഫോക്കൈ. 2 - 2 the whole square plus -1 the whole square. That is equal to root of 2 square, that is 2. -1 -2. -2 square 4. -2 square 4. 4 എന്ന് എഴുതാൻ വേണം. 4ന്റെ റൂട്ട് സി വാല്യൂ കിട്ടി. മേജർ ആക്സിസിന്റെ ലെങ്ത് 6. അതായത് 2a എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 3 ആയി. അപ്പൊ നമുക്ക് എയും സിയും കിട്ടി. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആണ്. എ സ്ക്വയർ 9 മൈനസ് സി സ്ക്വയർ 4, ദാറ്റ് ഇസ് 5. ബി വാല്യൂ എന്ന് പറയുന്നത് ബി സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എക്സ് മൈനസ് സെന്റർ 2 ആണ്. എക്സ് മൈനസ് 2 the whole square divided by b value, b square 5, plus y minus -1, y plus 1 the whole square divided by a square 9 equal to 1. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. നമ്മുടെ ഫോക്കൈ എഴുതി, മേജർ ആക്സിസ് എഴുതി, എല്ലാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനില്? ഓ, നമ്മുടെ എലിപ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ഫോർമുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കാര്യമായിട്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഈ ഒരു പോയിന്റ് വെച്ച് പാരബോളയും എലിപ്സും ഹൈപ്പർബോളയും ഒരുമിച്ച് ഓർത്തെടുക്കാൻ നമുക്ക് പറ്റും. കാരണം അടുത്ത സെക്ഷൻ ഇതിനേക്കാൾ ടഫാണ്. ഇതിനേക്കാൾ സീരിയസ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ഓർത്തെടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം.
അതിനാണ് ഞാൻ ഈ പാരബോളയും എലിപ്സും ഹൈപ്പബോളയും സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ച് അതിലെ കുറച്ച് പ്രോബ്ലം ചെയ്തതിനു ശേഷം ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് എല്ലാവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യം അറിഞ്ഞിരിക്കണം, എങ്കില് ഒരുമിച്ച് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കത്തുള്ളൂ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ ഹൈപ്പബോളയുടെ കാര്യമാണ് പറയുന്നത്. ഫൈൻഡ് ദ ഇക്വേഷൻ of the hyperbola that satisfies the given condition. That satisfies the given conditions. Okay. Appo first question, vertices 0, plus or minus 2. Asymptotes y is equal to plus or minus 2/3x. Y is equal to plus or minus 2/3x. ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഹൈപ്പർബോളയെ പറ്റി തന്നിട്ടുള്ള കാര്യം. വെർട്ടെക്സ് 0, plus or minus 2 ആണ്. 0, plus or minus 2. റഫ് ഫിഗർ വരയ്ക്കുന്നു. സീറോ കോമ 2 എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാണ്. 0, -2 എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാണ്. ഈ രണ്ട് പോയിന്റിലൂടെയാണ് പാരബോള പോകുന്നത്. അപ്പോൾ പാരബോള ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. വെർട്ടെക്സുകൾ തന്നിട്ടുണ്ട്. വെർട്ടെക്സിന്റെ ഒത്ത നടുക്കുള്ള പോയിന്റ് ആണ് സെന്റർ. 0, 2ന്റെയും 0, -2ന്റെയും ഒത്ത നടുക്കുള്ള പോയിന്റ്, മിഡ് പോയിന്റ് ഒറിജിൻ ആണ് 0. ആ കാര്യത്തിൽ തീരുമാനം. അപ്പൊ ഇയാളുടെ ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണ്. y ആക്സിസ് ആണ്. സെന്റർ 0, 0 ആണ്. അപ്പൊ ഇയാളുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y² by a² minus x² by b² equal to 1. y² by a² minus x² by b² equal to 1. ഇതായിരിക്കും ഇയാളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇനി എ ബി വാല്യൂസ് ആണ് നോക്കാനുള്ളത്. ശരി, ഡൺ. ഇവിടെ സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ദൂരമാണ് എ. ഇത് 0, 2 ആണ്. ഇത് 0, 2 ആണ്. അപ്പൊ സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ദൂരം 2 ആണ്. അപ്പൊ എ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷന്റെ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to plus or minus a/b into x ആണ്. a വാല്യൂ 2 ആണ്. അതും അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുള്ളത് y is equal to plus or minus 2/3 into x. a വാല്യൂ 2 ആണ് താൻ. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും, b വാല്യൂ 3 ആണ്. എ വാല്യൂ 2 ആണ്. കാരണം എ സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരം 2 ആണ്. അത് റഫ് ഫിഗർ ചെയ്യുന്നത് വ്യക്തമാണ്. അസിംപ്റ്റോട്ടിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പർബോളയുടെ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ y is equal to plus or minus a/b into x. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ബി വാല്യൂ കിട്ടും. ബി വാല്യൂ 3 ആണ്. എ വാല്യൂ 2, ബി വാല്യൂ 3. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊടുക്കുമ്പോൾ y² by a², 2² 4 minus x² by b², 3² 9 equal to 1. Final answer. y² by 4 minus x² by 9 equal to 1. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഗിവൺ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. Now, next question. Asymptotes
asymptotes y is equal to plus or minus 3/2x, b value equal to 4. Asymptotes y is equal to plus or minus 3/2 into x, b is equal to 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അസിംപ്റ്റോട്ടും തന്നിട്ടുണ്ട്, ബി വാല്യൂയും തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അസിംപ്റ്റോട്ടില് y മൈനസ് എച്ച്, y മൈനസ് കെയോ എക്സ് മൈനസ് എച്ചോ ടേംസ് ഇല്ല. അത് കാണുമ്പോൾ തന്നെ അറിയാം. y മൈനസ് എച്ചോ എക്സ് മൈനസ് കെയോ y മൈനസ് കെയോ എക്സ് മൈനസ് എച്ച് ടേംസുകൾ നമുക്ക് തന്നിട്ടുള്ള അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷനിൽ ഇല്ല. അതിനർത്ഥം ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് 0,0 ആണ്. സെന്റർ എന്ന് പറയുന്നത് 0,0 ആണ്. യാതൊരുവിധ സംശയവും വേണം. കഴിഞ്ഞു. സംഗതി നമ്മളിപ്പോ ഇത് ഏത് സൈഡിലോട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ കൂടെ വേണം. ഏത് സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുന്നു, അതായത് ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണോ ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണെങ്കിൽ, ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്ന y is equal to plus or minus b/a into x ഉം, ഇനി അതല്ല ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ ഇയാളുടെ ഇക്വേഷൻ y is equal to plus or minus a/b into x എന്നും ആയിരിക്കും. a/b into x എന്നും ആയിരിക്കും. നമ്മളിപ്പോ b/a a/b എന്നൊക്കെ എഴുതുമ്പോൾ വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളഞ്ഞായിരിക്കും എഴുതുന്നത്. വെട്ടിക്കളഞ്ഞായിരിക്കും എഴുതുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കോ, 4നെ 2 കൊണ്ടൊക്കെ വെട്ടിക്കളയുമ്പോഴല്ലേ 2 വരത്തുള്ളൂ. 4നെ എന്തെങ്കിലും കൊണ്ടൊക്കെ വെട്ടിക്കളഞ്ഞാൽ 3 വരാൻ പോകുന്നില്ല. അതായത് ഈ 4, അതായത് ബി വാല്യൂ താഴെയാണ് വന്നിട്ടുള്ളത്. ബി വാല്യൂ എന്ന് പറയുന്നത് താഴെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത് 2 ആയത്. ഇപ്പൊ മേളിൽ 6 ആയിരുന്നു കാണും. അപ്പൊ 6/4 രണ്ടുപേരും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് 3/2 എന്ന് എഴുതി വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ബി വാല്യൂ എന്തായാലും താഴെ വരത്തുള്ളൂ. വീണ്ടും പറയുന്നു, ഇതാണ് രണ്ട് അസിംപ്റ്റോട്ട് പെയറുകളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ b/a a/b എന്നൊക്കെ എഴുതുമ്പോൾ വെട്ടിക്കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്തായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 4നെ ഇനിയിപ്പോ എന്തെങ്കിലും കൊണ്ടൊക്കെ വെട്ടിക്കളഞ്ഞാൽ 2 ആകാം, അല്ലെങ്കിൽ 1 ആകാം. 4 കൊണ്ട് തന്നെ വെട്ടിക്കളഞ്ഞാൽ 1 ആകാം, അല്ലെങ്കിൽ 4 തന്നെ. വെട്ടിക്കളയാനൊന്നും പറ്റാതിരുന്നു കഴിഞ്ഞാൽ 4 തന്നെയാണ്. പക്ഷെ ഇവിടെ വെട്ടിക്കളഞ്ഞ് അത് 2 ആക്കിയിട്ടുണ്ട്. ബി വാല്യൂ താഴെയാണ് വരുന്നത്. ബി വാല്യൂ താഴെ വരിക എന്ന് പറഞ്ഞാൽ ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ y is equal to plus or minus a/b into x. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് y is equal to plus or minus 3/2 into x. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. a/b equal to 3/2. b വാല്യൂ 4 ആണ്. a/4 equal to 3/2. അപ്പൊ a equal to 3/2 into 4, that is equal to 6. അപ്പൊ a വാല്യൂ കിട്ടി 6. ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണ്. അപ്പൊ ഇക്വേഷൻ y² a² 36 മൈനസ് y² a² മൈനസ് x² b², b വാല്യൂ 4 16 equal to 1. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ റെഡി. വീണ്ടും പറയുന്നു എന്താണെന്നുള്ളത്. അസിംപ്റ്റോട്ട് തന്നിട്ടുണ്ട് ബി വാല്യൂ തന്നിട്ടുണ്ട് b equal to 4. അസിംപ്റ്റോട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതായത് എക്സ് മൈനസ് എച്ചോ വൈ മൈനസ് കെയോ ഇല്ല. അപ്പൊ സെന്ററിന്റെ കാര്യത്തിൽ തീരുമാനമായത് 0,0 ആണ്. സെന്റർ 0,0 ആണ്. അത് എക്സ് ആക്സസോ വൈ ആക്സസോ ഫോക്കൽ ആക്സസ് ആവുന്ന ഹൈപ്പർബോളയാണ്. തന്നിട്ടുള്ള ബി വാല്യൂ 4 ആണ്. അത് വെച്ച് നോക്കുമ്പോ 4നെ വെട്ടിക്കളഞ്ഞ് 4നെ വെട്ടിക്കളഞ്ഞ് നമുക്ക് 2ഓ 3ഓ അല്ല 2ഓ 4ഓ 1ഓ ഒക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും 3 ഒന്നും ആക്കാൻ പറ്റില്ല. അതായത് തന്നിട്ടുള്ള
അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷനിൽ ഈ ബി വാല്യൂ മുകളിൽ വരാൻ, ന്യൂമറേറ്ററിൽ വരാൻ സാധ്യതയില്ല, ഡിനോമിനേറ്ററിൽ വരാനേ സാധ്യത ഉള്ളൂ. ബി വാല്യൂ ഡിനോമിനേറ്ററിൽ വരുന്നത് ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആവുമ്പോഴാണ്. ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആണെന്ന് തീരുമാനിക്കും. ഇനി ബി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുള്ള എ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുള്ള ഇക്വേഷനും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് അസിംപ്റ്റോട്ടും തമ്മിൽ കമ്പയർ ചെയ്ത് എ വാല്യൂ കണ്ടുപിടിച്ചു. എ വാല്യൂ 6. അപ്പൊ എ വാല്യൂ ബി വാല്യൂ കണ്ടുപിടിച്ചു, ഫോക്കൽ ആക്സിസ് കണ്ടുപിടിച്ചു, സെന്റർ കണ്ടുപിടിച്ചു. ഇനി നേരെ ഇക്വേഷൻ എഴുതി y² / a² 36 -x² / b² 16 = 1. അസിംപ്റ്റോട്ട് റെഡി. അല്ല സോറി, നമ്മുടെ ഹൈപ്പർബോള റെഡി. Now, next question. Foci plus or minus 3,0. Asymptotes y is equal to plus or minus 2x. Plus or minus 2x. Asymptote plus or minus 3,0. Asymptote foci plus or minus 3,0. Asymptote y is equal to plus or minus 2x. ഇപ്പൊ റഫ് ഫിഗർ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 3,0 minus 3,0. 3,0 minus 3,0. ഇത് രണ്ടുമാണ്. ഫോക്കസ് കോൺകേവ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഹൈപ്പർബോള വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ് ഫോക്കൽ ആക്സിസ്. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ്. ഈ -30യും +30യുടെ സെന്റർ ആണ് നമ്മുടെ ഹൈപ്പർബോളയുടെ സെന്റർ. അപ്പൊ സെന്റർ സീറോസ്. ഇനി എ വാല്യൂ ബി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കാര്യങ്ങൾ സംഭവം ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആവുമ്പോ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to plus or minus b by a x. b by a into x ആണ്. b by a into x. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. plus or minus 2x. plus or minus 2x എന്നാണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞു. നമുക്കിവിടെ ഫോക്കൈ ആണ് തന്നിട്ടുള്ളത്. നോക്കുക. ഫോക്കൈ എന്ന് പറയുമ്പോൾ നമുക്ക് സി വാല്യൂ കിട്ടും. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ. സി വാല്യൂ കിട്ടി 3. നമുക്ക് കിട്ടി 3. സി വാല്യൂ മാത്രം പോരാ, ബാക്കിയുള്ള വാല്യൂ കൂടെ വേണം. ബാക്കിയുള്ള എ വാല്യൂ അല്ലെങ്കിൽ ബി വാല്യൂ കിട്ടിയാലേ ബാക്കി ഇതുകൊണ്ട് ബാക്കി ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫോക്കസ് തന്നു, അസിംപ്റ്റോട്ട് തന്നു. അസിംപ്റ്റോട്ട് ബി ബൈ എ is equal to 2. അപ്പോ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കിട്ടും. ബി ബൈ എ എന്ന് പറയുന്നത് 2 ആണ്. അതായത് ബി ഇസ് ഈക്വൽ ടു 2. ആ കാര്യത്തിൽ തീരുമാനിക്കും. ഇനി എലിപ്സിന്റെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അനുസരിച്ച് c² = a² + b² ആണ്. c² = a² + b² ആണ്. c എന്ന് പറയുന്നത് 3 ആണ്. therefore c² 9. a². b എന്ന് പറയുന്നത് 2a ആണ്. therefore that is equal to 2a the whole square. That is equal to 9 is equal to a² + 4a². That is 9 is equal to 5a². Therefore a² equal to 9/5. a² equal to 9/5. a² 9/5 ആണ്. അങ്ങനെയാണെങ്കിൽ b² is equal to 4a² ആണ്. അപ്പൊ b² equal to 4 into a², 9/5. That is equal to 36/5. b² equal to 36/5. a² ന്റെ വാല്യൂ കിട്ടി 9/5, b² ന്റെ വാല്യൂ കിട്ടി 36/5.
ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. Therefore, x square by 9 by 5 minus y square by 36 by 5 equal to 1. More simplification ചെയ്യുമ്പോൾ 5x square by 9 minus 5y square by 36 equal to 1. Final answer കഴിഞ്ഞു. Final answer കഴിഞ്ഞു. ഇയാളെ ശ്രദ്ധിക്കുക, കുറച്ച് കുഴപ്പങ്ങളുണ്ട്, നോക്കിക്കോളാം. ഫോക്കസ് തന്നു, റഫ് ഫിഗർ മാർക്ക് ചെയ്തു, അത് വെച്ചിട്ട് ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണെന്നുള്ള കാര്യം തീരുമാനിക്കും. ഫോക്കസുകളുടെ സെന്റർ ആണ് സെന്റർ, ഫോക്കസുകളുടെ മിഡ് പോയിന്റ് ആണ് സെന്റർ. അതിന്റെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 0 0 ആണ്, വേറൊരു കുഴപ്പമില്ല, കണ്ടുപിടിച്ചു സെന്റർ 0 0. അപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണത് മനസ്സിലായി. സെന്റർ 0 0 ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണല്ലോ. ഇനി അടുത്ത് y എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ബി ബൈ എ ആയിരിക്കും, ബി ബൈ എ എക്സ് ആയിരിക്കും. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഇവരിവിടെ തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് 2 ബൈ എക്സ് ആണ്. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വാല്യൂ 3. അപ്പൊ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ബി ബൈ എ 2 ആണ്. അപ്പൊ ബി ഈക്വൽ ടു 2a, ബി ഈക്വൽ ടു 2. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ. നമുക്കറിയാം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അവിടെ സി വാല്യൂ ബി സ്ക്വയറിന്റെ 4a സ്ക്വയർ എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 9 ഈക്വൽ ടു 5a സ്ക്വയർ, എ സ്ക്വയർ ഈക്വൽ ടു 9/5 എന്ന് കിട്ടും. ബി സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ ആയതുകൊണ്ട് അത് ഇവിടെ കൊടുക്കുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 36/5 എന്ന് കിട്ടും, 36/5. അപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1ന്റെ അകത്ത് ഇവരെ എല്ലാവരെയും കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇതാണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല, ശരി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. Now, one more question. Asymptote. Asymptotes y equal to x minus 2 and y is equal to minus x plus 4. Y is equal to x minus 2, y is equal to minus x plus 4. Passes through origin. Asymptote y is equal to x minus 2, y is equal to minus x plus 4. Passes through origin. നിങ്ങൾ നോക്കണം, y is equal to plus or minus something into x, constant into x. Y is equal to plus or minus something constant into x ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അയാള് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല വന്നത്. y is equal to x minus 2, അതായത് എക്സിന് ശേഷം വേറെ എന്തോ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുക, ഇത് സ്റ്റാൻഡേർഡ് അല്ല എന്ന് ഉറപ്പിക്കും. ശരി. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം നോക്കണം. നമ്മുടെ ഹൈപ്പർബോള ഇങ്ങനെ തന്നിട്ട് നമ്മുടെ അസിംപ്റ്റോട്ടിനെ വരച്ചു കഴിഞ്ഞാൽ ഈ അസിംപ്റ്റോട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് അസിംപ്റ്റോട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ്, അത് നമ്മുടെ സെന്റർ ആണ്. അതായത് സെന്ററിൽ ഇവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യും. അസിംപ്റ്റോട്സ് ഇന്റർസെക്ട്സ് അറ്റ് സെന്റർ. അത് നമ്മൾ ഫിഗറിൽ കണ്ടതാണ്. അസിംപ്റ്റോട്സ് ഇന്റർസെക്ട്സ് അറ്റ് സെന്റർ. അപ്പൊ എനിക്ക് ഈ അസിംപ്റ്റോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവരുടെ സെന്റർ കണ്ടുപിടിക്കാൻ ഇവരെ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്തു. എക്സ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 4. അപ്പൊ മൈനസ് എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2x ആവും. ഇയാളെ ഇപ്പുറത്തേക്ക് 4 + 2 6 ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 6/2 3. എക്സ് വാല്യൂ 3.
അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 1. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് 3,1. സെന്റർ എന്ന് പറയുന്നത് 3,1. ആളെ കിട്ടി. നമ്മുടെ ഹൈപ്പബോള എന്ന് പറയുന്നത് ഇതായിരിക്കും. 3,1 എന്നായിരിക്കും ഇയാളുടെ എന്താണ് സെന്റർ. ഓക്കെ, ശരി. നമുക്ക് അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം. ഇനി ഇയാള് പാസസ് ത്രൂ ഒറിജിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇയാള് പാസസ്, അതായത് ഹൈപ്പബോള ഒറിജിനിലൂടെ കടന്നു പോകുന്നു. അതവിടെ നിൽക്കട്ടെ. സംഭവം സെന്ററിലൂടെ ഇയാൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ ഇൻറ്റു എക്സ് മൈനസ് എച്ച്. അതുപോലെ ഫോക്കൽ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ y മൈനസ് കെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ ഇൻറ്റു എക്സ് മൈനസ് എച്ച്. സോറി, ബി ബൈ അല്ല, പ്ലസ് ഓർ മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് മൈനസ് എച്ച്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നമുക്ക് എ വാല്യൂ ബി വാല്യൂ ഒന്നും അറിഞ്ഞുകൂടാ. അതിപ്പോ എന്തായാലും ഇവിടെ നിൽക്കട്ടെ. ശരി, ഓക്കെ. ഇത് രണ്ടും ഇവിടെ നിൽക്കട്ടെ. എക്സ് മൈനസ് 1 3 മൈനസ് 2. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മുടെ സെന്റർ 3,1 കടന്നു പോകുന്നു. നമ്മുടെ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. ഇവരെ രണ്ടുപേരെയും ഞാൻ മാർക്ക് ചെയ്യുന്നു. അത് അവരവിടെ ഇരിക്കട്ടെ. അയാളവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഹൈപ്പബോള പാസസ് ത്രൂ ഒറിജിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൈപ്പബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി അടുത്ത് അത് മാത്രമല്ല, y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പോ ഞാനിവിടെ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മുടെ ഹൈപ്പർബോള മീൻസ് ഈ തന്നിട്ടുള്ള സെന്റർ 3,1 എന്ന് കിട്ടിയല്ലോ. സെന്റർ 3,1 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ഇതും, അതേസമയം നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇതും, ഇതിലേതെങ്കിലും ഒന്നാണ് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഇതിലേത് പോസിബിലിറ്റി എന്ന് എടുക്കാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ശരി, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. നോക്കിക്കും, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1ഉം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -1ഉമാണ്. -1ഉമാണ്. നിങ്ങൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ബി ബൈ എ ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എ ബൈ ബി ആണ്. ഇതിൽ ഏതാണെന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല. ഏതാണെങ്കിലും എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ബി ബൈ എ 1 ആകാം, അല്ലെങ്കിൽ എ ബൈ ബി 1 ആകാം. അതുവഴി നമുക്ക് കിട്ടുന്നത് ബി ഈക്വൽ ടു എ, ഇവിടെ നിന്ന് കിട്ടുന്ന എ ഈക്വൽ ടു ബി. രണ്ടും ഒരു കാര്യമാണ്. എയും ബിയുടെയും വാല്യൂ സെയിം ആയിരിക്കും. ഒരു ഡൗട്ടും വേണം. വീണ്ടും പറയുന്നു, എന്താണെന്ന് നോക്കിക്കോളുക. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്.
ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ബി ബൈ എ അല്ലെങ്കിൽ എ ബൈ ബി ബി ബൈ എ അല്ലെങ്കിൽ എ ബൈ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ബൈ എ 1 ആകാം, അതായത് ബി ഈക്വൾ ടു എ ആകാം, അല്ലെങ്കിൽ എ ബൈ ബി 1 ആകാം, എ ഈക്വൾ ടു ബി ആകാം. രണ്ടായാലും എയും ബി സെയിം ആണ്. രണ്ടായാലും എയും ബിയും സെയിം ആണ് എന്നുള്ളൊരു കൺക്ലൂഷനാണ് നമുക്ക് കിട്ടുന്നത്. ഡൺ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഒരു കൺക്ലൂഷനെ കിട്ടിയിട്ടുള്ളൂ അവിടെ. നെക്സ്റ്റ്, എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നു. എയും ബി ഈക്വൽ ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നേ ആ ഒരു ഇക്വേഷൻ. അല്ലേ വേണ്ട അവിടെ കൊടുക്കണ്ട. ഇവിടെ നോക്കിക്കോ. ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇയാളെ പാസസ് ത്രൂ ഒറിജിൻ എന്നല്ലേ പറയുന്നത്. പാസസ് ത്രൂ ഒറിജിൻ എന്ന് പറയുന്നത് കൊണ്ട് എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0യും ഞാൻ ആ എഴുതിയിരിക്കുന്ന ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ കൊടുത്തു. കൊടുക്കാൻ പോവുകയാണ്. Therefore 0 - 3 the whole square by a square minus 0 - 1 the whole square by b square equal to 1. That is minus 3 the whole square 9 by a square minus minus 1 the whole square 1 by b square equal to 1. 9 by a square minus 1 by b square equal to 1. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു കൺക്ലൂഷൻ ചെയ്തിട്ടുണ്ട് a equal to b എന്നുള്ളത്. അപ്പോൾ 9 by a square minus 1 by bക്ക് വരെ a കൊടുക്കാം, a square equal to 1. Therefore 8 by a square equal to 1. Therefore a square equal to 8. a square equal to 8. എയും ബി ഈക്വൽ ആണ്. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു 8 ആയി. ബി സ്ക്വയറും ഈക്വൽ ടു 8 ആയി. അപ്പൊ എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, രണ്ടും 8 ആണ്. എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെ വാല്യൂ കിട്ടി, രണ്ടും 8 ആണ്. അപ്പോ നമുക്ക് ഈ കാര്യം കിട്ടി. എ സ്ക്വയറും ബി സ്ക്വയറും 8 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. അതായത് ഏതാണ്? y minus 1 the whole square by b square minus x minus 1 the whole square by a square. ഇത് തിരിഞ്ഞു പോയി, സോറി. ഇത് എ സ്ക്വയറും ഇത് ബി സ്ക്വയറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തു നോക്കാം. ഇവിടെ കൊടുക്കുമ്പോഴും ഇതേ കാര്യം തന്നെ കിട്ടും. അതായത് ഒറിജിനൽ കൊടുക്കുമ്പോൾ ഇത് 1 by a square മൈനസ് ഒറിജിനൽ കൊടുക്കുമ്പോൾ സോറി ഇത് 3 ആണ് കേട്ടോ. 3 ഇത് 9 by b square equal to 1. That is equal to minus 8 by a square. a square b square ഒന്നാണല്ലോ, 1. Therefore a square equal to minus 8. a square equal to minus 8. ഇത് പോസിബിൾ അല്ല. ഇത് നടക്കാത്ത കാര്യമാണ്. കാരണം ഒരാളുടെയും സ്ക്വയർ നെഗറ്റീവ് ആവില്ല. അതായത് y minus 1 the whole square by a square minus x minus 3 the whole square by b square ഒറിജിൻ 0 കൊടുത്തു. അപ്പൊ ഇത് 1 by a square, ഇത് minus 3 square 9 by b square minus 8 by a square. a b ഈക്വൽ ആയിട്ട് minus 8 by a square. Therefore a square equal to minus 8. ഇത് നടക്കാത്ത കാര്യമാണ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലെ ഈ പുള്ളി ഇല്ലാത്ത ആളാണ്. ഇയാൾ നടക്കില്ല. അപ്പൊ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടി. x minus 3 the whole square by a square 8 minus y minus 1 the whole square by b square 8 again equal to 1. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചെറിയ കുടുക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അസിംപ്റ്റോട്ടുകൾ തന്നിട്ടുണ്ട്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അസിംപ്റ്റോട്ട് കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റാൻഡേർഡ് ഫോമിൽ ഇല്ല. y is equal to plus or minus a by b into x എന്നോ plus or minus b by a into x എന്നോ അല്ല അതിന്റെ രൂപം. അതിന്റെ രൂപത്തിന് വ്യത്യാസമുണ്ട്. അപ്പോ സെന്റർ എന്തായാലും ഒറിജിനൽ അല്ല എന്നുള്ള കാര്യത്തിൽ കൺഫേം. നമ്മുടെ ഫിഗറിൽ ഒരു കാര്യം ഉണ്ട്, അസിംപ്റ്റോട്ടുകൾ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അതാണ് സെന്റർ. അപ്പൊ അസിംപ്റ്റോട്ട് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നോക്കി. അപ്പൊ x ഈക്വൽ ടു 3 എന്നും y ഈക്വൽ ടു 1 എന്നും കിട്ടി. അപ്പൊ സെന്റർ കിട്ടി 3,1. സെന്റർ 3,1 ആണെങ്കിൽ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷന് 2 സാധ്യതകളാണ് ഉള്ളത്.
y minus k is equal to plus or minus b by a into x minus h ഉം y minus k equal to plus or minus a by b into x minus h എന്നായിരിക്കും ആ ഇക്വേഷൻ. അത് രണ്ടും ഞാൻ മനസ്സിൽ കണ്ടു. അതിനുശേഷം നോക്കിയോ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 -1 പ്ലസ് ഓർ മൈനസ്, ഇവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് പ്ലസ് ഓർ മൈനസ് ബി ബൈ എ പ്ലസ് ഓർ മൈനസ് എ ബൈ ബി. അപ്പോ ബി ബൈ എ 1 ആകാം, എ ബൈ ബിയും 1 ആകാം. ഈ രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു എ. അത്രേ ഉള്ളൂ. അപ്പൊ എക്കും ബിക്കും സെയിം വാല്യൂ ആണെന്ന് നമുക്കൊരു കൺക്ലൂഷൻ അവിടെ കിട്ടി. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ രണ്ട് ഇക്വേഷനാണ്, ഈ രണ്ട് സാധ്യതയുള്ള ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. സ്റ്റാൻഡേർഡ് ഒന്ന് ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്, മറ്റത് ഫോക്കൽ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് എടുത്തു. ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 കൊടുത്തു. കാരണം പാസസ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 കൊടുത്തു. അവിടുന്ന് 9/a² മൈനസ് 1/b² ഈക്വൽ ടു 1 എന്ന് കിട്ടി. എയും ബിയും സെയിം ആയതുകൊണ്ട് b² വരെ a² എന്ന് കൊടുത്തു. അവിടുന്ന് 8/a² ഈക്വൽ ടു 1 എന്ന് കിട്ടി, a² 8 എന്ന് കിട്ടി. എയും ബി സെയിം ആണല്ലോ, അതുകൊണ്ട് b² ഈക്വൽ ടു 8 ആയി. ഇനി മറ്റേ സ്റ്റാൻഡേർഡ് ഫോമിൽ കൊടുത്തപ്പോൾ a² ഈക്വൽ ടു -8 എന്ന് കിട്ടി. അങ്ങനെ കിട്ടില്ല, ഒരാളുടെ സ്ക്വയർ നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. അതായത് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഫോം നടക്കാത്ത കാര്യമാണ്. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഫോമേ നടക്കത്തുള്ളൂ. a² b² വാല്യൂ കിട്ടി, അതെടുത്ത് ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഇക്വേഷൻ റെഡി. മനസ്സിലായോ? ശരി. ഓക്കെ, അപ്പോ ഇനി